ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഫോക്കസ് ഏരിയ റിവിഷൻ കൗണ്ട് ഡൗൺ സീരീസിൽ നമ്മൾ ഇന്ന് വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതൊരു കുറച്ച് വലിയ ചാപ്റ്ററാണ്. ഫോക്കസ് ഏരിയയിലും അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഒപ്റ്റിക്സിൻ്റെ സെക്ഷനിൽ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ. ഇതിൽ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എന്തായാലും ആ പോയിന്റുകൾ നമുക്ക് പെട്ടെന്നൊന്ന് പറയാം. ഓക്കെ, വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബേസ് ലൈറ്റിൻ്റെ വേവ് നാച്ചുർ എന്ന് പറയുന്ന ഒരു ഐഡിയയാണ്. ലൈറ്റിൻ്റെ നാച്ചുർ എന്ത്? നമ്മൾ നേരത്തെയും ചില ക്ലാസ്സുകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. പല കാലഘട്ടങ്ങളിലും സയൻറ്റിസ്റ്റുകൾക്കിടയിൽ ഒരുപാട് കൺഫ്യൂഷൻസും പലതരം കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റുകളും ലോകളും കൊണ്ടുവന്ന, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക നാച്ചുർ കാണിക്കുന്ന ഒരു സാധനമാണ് ലൈറ്റ്. ന്യൂട്ടൺ ആണ് ആദ്യകാലങ്ങളിൽ ലൈറ്റിനെ കുറിച്ചുള്ളൊരു നാച്ചുർ പറഞ്ഞത്. കോർപ്പസ്കുലാർ തിയറി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു. ബട്ട് അതൊക്കെ ഒരു ഫെയിലിയർ തിയറി ആയിരുന്നു. അതിനുശേഷം ക്രിസ്റ്റ്യൻ ഹൈഗൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ലൈറ്റിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു ഐഡിയ പറഞ്ഞത്. ആ ഒരു കോൺസെപ്റ്റിൻ്റെ പേരാണ് വേവ് തിയറി. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഒരു പോയിന്റ് ഹൈഗൻസ് വേവ് തിയറി എന്നൊരു കോൺസെപ്റ്റ് തന്നെയാണ്. ഹൈഗൻസ് വേവ് തിയറി. അപ്പോൾ നമുക്ക് അതൊന്ന് ഓരോന്നോരോന്ന് വേഗം പറഞ്ഞു പോവാം. ഹൈഗൻസ് വേവ് തിയറി പറയുന്നത് ലൈറ്റിന് വേവ് നാച്ചുർ ഉണ്ട്. വേവ് എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. വേവ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുക? വേവ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു പിക്ചർ വരുന്നുണ്ടാവും. ഇങ്ങനെ അല്ലേ, ഇങ്ങനെ സൈൻ കർവ് എന്ന് പറയാറുണ്ട്. വേവ് ഇങ്ങനെ ഉയർന്നും താഴ്ന്നും നിൽക്കുന്ന ഒരു ഷേപ്പാണ് വേവിന് ഉണ്ടാവുക. ഈ ഭാഗത്തെ നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും അല്ലേ, ക്രസ്റ്റ്. ഇതിനെ നമ്മൾ ട്രഫ് എന്ന് പറയും. അങ്ങനെ ക്രസ്റ്റും ട്രഫും ഉണ്ടാക്കിക്കൊണ്ട് ഒരു പ്രത്യേക പാറ്റേണിൽ പോകുന്നതിനെയാണ് നമ്മൾ വേവ് എന്ന് പറയും. ഹൈഗൻസിൻ്റെ തിയറിയും പറയുന്നത് അത് തന്നെയാണ്. ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു തരത്തിലാണ്. അങ്ങനെ ലൈറ്റ് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയാൽ ഹൈഗൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞ മറ്റൊരു പോയിന്റാണ് വേവ് ഫ്രണ്ട്. ഇതാണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. എന്താണ് വേവ് ഫ്രണ്ട്? ഏതൊക്കെ തരം വേവ് ഫ്രണ്ട് ഉണ്ട്? വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഒരു ലൈറ്റിൻ്റെ സോഴ്സ് എടുത്തു. ഇത്തരം സോഴ്സിനെ നമുക്ക് പോയിന്റ് സോഴ്സ് എന്ന് പേര് വിളിക്കാം. ലൈറ്റ് ഉണ്ടാക്കുന്ന ഒരു ഭാഗം, ബൾബും ട്യൂബും എല്ലാം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ലൈറ്റിൻ്റെ സോഴ്സ് എന്നാണ് പറയാം. ലൈറ്റിൻ്റെ പ്രൈമറി സോഴ്സാണ് സൺ അല്ലേ. സണ്ണിൽ നിന്നാണ് ഈ ലൈറ്റൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റ് വരുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ പ്രത്യേകത ആ ഒബ്ജക്റ്റിൽ നിന്ന് എല്ലാ സൈഡിലേക്കും ലൈറ്റിന് പോകാൻ കഴിയും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു റൂമിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഫ്രണ്ടിലേക്ക്, ബാക്ക് സൈഡിലേക്ക്, മുകളിലേക്കും താഴേക്കും, റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും എന്ന് തുടങ്ങി എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് പോകും. അപ്പോൾ ഇതൊരു സോഴ്സാണ് എസ്. ഈ സോഴ്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ട്, അതേപോലെ ഇപ്പുറത്തേക്കും പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ സൈഡിലേക്കും 3 ഡയമെൻഷനലായിട്ട് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കണം? 3 ഡയമെൻഷനൽ. ബോർഡിൽ വരയ്ക്കുമ്പോൾ നമുക്ക് 2 ഡയമെൻഷനിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ 3 ഡയമെൻഷനൽ നമ്മൾ മനസ്സിൽ കാണേണ്ടി വരും. ഈ സോഴ്സിനെ ബോർഡിൽ വെക്കുന്നതിന് പകരം പുറത്തേക്ക് എവിടെയെങ്കിലും ഇമാജിൻ ചെയ്യാൻ പറ്റണം. എന്നിട്ട് അതിൽ നിന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കും, അങ്ങനെ നമുക്ക് ഇങ്ങോട്ടേക്കൊക്കെ ബോർഡിൽ പരമാവധി പറ്റാവുന്നതൊക്കെ നമുക്കിങ്ങനെ കാണിക്കാം. ബട്ട് തീർന്നില്ല. ഇവിടുന്ന് പുറത്തേക്ക് വരുന്നുണ്ടാവും, അവിടുന്ന് ഉള്ളിൻ്റെ അല്ലെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നുണ്ടാവും, പല സൈഡ്സിലേക്ക്, കോർണറിലേക്കൊക്കെ ഇങ്ങനെ ലൈറ്റ് പോകും. ഒരു ടി സമയം കഴിഞ്ഞു എന്ന് വിചാരിച്ചോ. ടി സമയം കഴിഞ്ഞു. ഈ സോഴ്സ് ഓൺ ചെയ്തിട്ട് ടി സമയം കഴിഞ്ഞു, ഒരു പർട്ടിക്കുലർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ടി സമയത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് പോയ ഒരു ലൈറ്റ് ഇവിടെ എത്തിയെന്ന് വിചാരിച്ചു. ഓക്കെ, അതവിടെ നിൽക്കുകയല്ല, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ ടി സമയം കൊണ്ട് ഇങ്ങോട്ട് പോയ ലൈറ്റ് ഇവിടെ എത്തിയിട്ടുണ്ടാവില്ലേ? അങ്ങനെ ഓരോ ഭാഗത്തേക്കും പോയ ലൈറ്റുകളെ അതേ ടി സമയത്തിന് ശേഷം നമ്മൾ നോക്കിയാൽ അവരെല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്തെത്തിയിട്ടുണ്ടാവും. അതിനെല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈന് വരച്ചാൽ നമുക്ക് ആ ലൈൻ ഇങ്ങനെ കിട്ടൂലേ? ഓക്കെ,
ആക്ച്വലി അതൊരു ലൈനല്ല, പുറത്തേക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിലേക്കുണ്ട് എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അവിടെ എല്ലാ ഭാഗത്തേക്കുമുള്ള പോയിന്റുകളെ ജോയിൻ ചെയ്താൽ നമുക്കൊരു സ്ഫിയർ അല്ലേ കിട്ടുക, ഒരു സ്ഫെറിക്കൽ ഷേപ്പ്. അതിനെ വിളിക്കുന്ന പേരാണ് വേവ് ഫ്രണ്ട്. വെരി സിമ്പിൾ. അപ്പോൾ ഒരു സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് എല്ലാ സൈഡിലേക്കും പോകുന്ന ലൈറ്റുകളെ നമ്മൾ ഒബ്സർവ് ചെയ്തു. ആഫ്റ്റർ ടി സെക്കൻഡ് ആ ലൈറ്റുകളെല്ലാം ഇവിടെ എത്തി. ആ ലൈറ്റുകൾ എത്തി നിൽക്കുന്ന ലോക്കസ്, നമ്മൾ അതിനെ ലോക്കസ് എന്നാണ് പേര് വിളിക്കുക. ലോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം നടക്കുന്ന സ്ഥലം എന്നാണ് ഉദ്ദേശം. എന്തോ ഒരു സംഭവം, എന്താ അവിടെ നടക്കുന്ന സംഭവം? എന്താ? ടി സമയത്തിന് ശേഷം ലൈറ്റ് എത്തി എന്ന ഒരു സംഭവം നടക്കുന്നത് എവിടെയാണ്? ആ പോയിന്റുകളെ എല്ലാം ചേർത്ത് വരച്ചാൽ നമുക്ക് എന്തോ ഒരു ഷേപ്പ് കിട്ടില്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് വേവ് ഫ്രണ്ട്. അപ്പോൾ ഇവിടെ കിട്ടിയ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്താ? ഒരു സ്ഫിയർ ആയിരിക്കും, സ്ഫെറിക്കൽ. സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് കിട്ടിയത് നമ്മൾ എന്ത് സോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാ? പോയിന്റ് സോഴ്സ്. അപ്പോൾ പോയിന്റ് സോഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്ഫെറിക്കൽ കിട്ടും. അപ്പൊ ഇനി സ്ഫെറിക്കൽ അല്ലാത്തതുണ്ടോ നമുക്ക് നോക്കാം. ഒരു പോയിന്റ് സോഴ്സിന് പകരം നമ്മൾ എടുത്തു ഒരു ട്യൂബ് പോലത്തെ ഒരു ലൈറ്റ്. ട്യൂബ്, ഓക്കെ, ട്യൂബ് പോലത്തെ ഒരു ലൈറ്റിന്റെ സോഴ്സ്. അതിൻ്റെ ഈ ഭാഗത്ത് ട്യൂബ് ഫിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്, ഇവിടെയും ട്യൂബ് ഫിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ലൈറ്റിന് പുറത്തേക്ക് വരാൻ പറ്റില്ല. പകരം ഇവിടുന്ന് ലൈറ്റ് ഇങ്ങനെ പുറത്തേക്ക് പോകും, ഇവിടുന്ന് ലൈറ്റ് പുറത്തേക്ക് പോകും. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും വീണ്ടും ലൈറ്റ് വരച്ചാൽ ഇങ്ങോട്ടേക്ക് ലൈറ്റ് വരും അല്ലേ, ഇങ്ങോട്ടേക്ക് ലൈറ്റ് വരും, ഇങ്ങോട്ടേക്ക് ലൈറ്റ് വരും. തീർന്നില്ല. ഇതായിരുന്നു ആ ട്യൂബ് എന്ന് വിചാരിച്ചോ. ഞാൻ വീണ്ടും സ്പേസിലേക്ക് എടുക്കുകയാണ്. ഈ ഭാഗത്തേക്കുണ്ട്, ഇങ്ങോട്ടേക്കുണ്ട്, തീർന്നില്ല. ഫ്രണ്ടിലേക്കുണ്ട്, ബാക്കിലേക്കുണ്ട്. ഈ ഒരു ലൈനിൽ നിന്ന് എല്ലാ പോയിന്റിൽ നിന്നും ഫ്രണ്ടിലേക്ക്, എല്ലാ പോയിന്റിൽ നിന്നും റൈറ്റിലേക്ക്, ലെഫ്റ്റിലേക്ക്, പുറകിലേക്ക്, സൈഡ്സിലേക്ക്, അങ്ങനെ നമ്മൾ ഇതിനെ വരച്ച് തുടങ്ങിയാൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതൊരു സിലിണ്ടറിൻ്റെ ഷേപ്പ് ആയിരിക്കും. നോക്കിക്കോളേ, നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരുന്ന തരത്തില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈറ്റ് പോകുന്നുണ്ടാവും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈറ്റ് ഉണ്ടാവും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെ ലൈറ്റ് പോകുന്നുണ്ട്. 3 ഡയമെൻഷണൽ ചിത്രം കിട്ടാൻ വേണ്ടി ഏകദേശം ഞാനൊന്ന് ഇങ്ങനെ ഒപ്പിച്ച് വരയ്ക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ എല്ലാ ഭാഗത്തേക്ക് ലൈറ്റ് പോയി കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ലോക്കസ് ആണ്. ഞാൻ വീണ്ടും പറഞ്ഞു, ടി സമയത്തിന് ശേഷം ആ ലൈറ്റ് എത്തി നിൽക്കുന്ന പോയിന്റുകളെ ജോയിൻ ചെയ്യാം. ടി സമയത്തിന് ശേഷം ഇവിടെ ഒക്കെ എത്തി നിൽക്കുന്ന ലൈനുകളെല്ലാം ജോയിൻ ചെയ്ത് വരച്ചാൽ നമുക്ക് ഇതിന് ചുറ്റും ഒരു സിലിണ്ടർ കിട്ടില്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. എന്താ പറയാ? സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. അപ്പൊ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് കിട്ടിയത് എന്തുകൊണ്ടാ? ഈ ഷേപ്പ് ലിനിയർ ഷേപ്പ് ആയതുകൊണ്ടല്ലേ. അത്തരം സോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിനിയർ സോഴ്സ്. എന്താ പറയാ? ലിനിയർ സോഴ്സ്. ഓക്കെ, അതേസമയം നേരത്തെ നമ്മൾ പറഞ്ഞ ഈ സോഴ്സിന്റെ പേരാണ് പോയിന്റ് സോഴ്സ്. ഉണ്ടോ? പോയിന്റ് സോഴ്സ്. അപ്പൊ പോയിന്റ് സോഴ്സ് കൊണ്ട് കിട്ടുന്ന ആ ലൈറ്റുകൾ സഞ്ചരിച്ച് എത്തി നിൽക്കുന്ന പോയിന്റുകളുടെ ഷേപ്പ്, അതിനെ നമ്മൾ വിളിക്കുന്നു സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. അതേസമയം ലിനിയർ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഷേപ്പിനെ നമ്മൾ വിളിക്കുന്നു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. ഈ വേവ് ഫ്രണ്ടിന്റെ പേരെന്താ? ഈ വേവ് ഫ്രണ്ടിന്റെ പേരാണ് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. കണ്ടോ? സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് എന്നാണ് അതിന്റെ പേര് കേട്ടോ. ഓക്കെ, ഇനി ഇത് കുറച്ചും കൂടെ സമയം കഴിഞ്ഞാലോ? കുറച്ചും കൂടെ സമയം കഴിഞ്ഞാൽ അതിങ്ങനെ പോയി ഇവിടെ എത്തില്ലേ? പിന്നെയും പോയി ഇവിടെ എത്തില്ലേ? പിന്നെ ഇതിങ്ങനെ പോയി ഇവിടെ എത്തില്ലേ? അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ലേ? ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ലേ? അങ്ങനെ ഇത് പോകും. ഓക്കെ, ആ ലൈറ്റ് വന്നത് എവിടുന്നാ? ഈ ലൈറ്റ് വന്നത് എവിടുന്നാ? ഈ ലൈറ്റ് വന്നത് ഈ പോയിന്റിൽ. നമുക്ക് തോന്നും ലൈറ്റ് ട്രാവൽ ചെയ്തത് ഈ പോയിന്റിൽ നിന്ന് ലൈറ്റാണ് ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ലൈറ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ? ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്നാ. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളൊരു വേവ് ഫ്രണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ വേവ് ഫ്രണ്ടോട് കൂടെ ലൈറ്റ് അവിടെ അവസാനിച്ചിട്ടില്ല. ആ വേവ് ഫ്രണ്ടിൽ നിന്നും വീണ്ടും മുന്നോട്ട് ലൈറ്റുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വേവ് ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട് എന്ന് വീണ്ടും പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ വേവ് ഫ്രണ്ടും ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് അല്ലേ? ലൈറ്റ് പുറപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളും സോഴ്സാ. അപ്പോൾ ഒരു വേവ് ഫ്രണ്ട് നമ്മൾ കണ്ടു, അവിടെ കൊണ്ട് ലൈറ്റ് തീരുന്നില്ല. ആ വേവ് ഫ്രണ്ടിൽ നിന്ന് പിന്നെയും ലൈറ്റ് മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഈ ഓരോ പോയിന്റും വീണ്ടും സോഴ്സ് ഓഫ് ലൈറ്റ് ആയി മാറുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സിലിണ്ടർ വരയ്ക്കാൻ പോയാൽ നമുക്ക് വലിയൊരു സിലിണ്ടർ അല്ലേ കിട്ടുക? അതാ
ഈ വലുപ്പത്തിലുള്ള വലിയൊരു സിലിണ്ടർ കണ്ടോ, ഇങ്ങനെയുള്ള വലിയൊരു സിലിണ്ടർ. ഓക്കെ, അങ്ങനെയുള്ള വലിയ ഒരു സിലിണ്ടറിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്താൽ വലിയ ഒരു സിലിണ്ടറിൻ്റെ ഒരു ചെറിയൊരു പീസ് മുറിച്ചെടുത്താൽ നമുക്കത് സിലിണ്ടർ ആണെന്ന് തോന്നില്ല. പകരം നമുക്കതൊരു പ്ലെയിൻ സർഫേസ് പോലെ ഇരിക്കും. വലിയൊരു സർക്കിൾ. ഇനിയിപ്പോൾ സർക്കിൾ ഇനി ആയിക്കോട്ടെ. ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം, നോക്കിക്കോളെ. ഞാനൊരു സർക്കിൾ വരയ്ക്കാൻ പോണേ. ഇങ്ങനെ വലിയൊരു സർക്കിൾ വരച്ചു. ആ സർക്കിളിൻ്റെ ചെറിയൊരു ഭാഗമായത്. ഞാൻ ആ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്താൽ ഈ ഭാഗം നിങ്ങൾക്ക് സർക്കിളായിട്ട് തോന്നുന്നുണ്ടോ? അത് നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടല്ലേ തോന്നുന്നത്? അല്ലേ? എന്തുകൊണ്ടാണ്? അത് വലിയ സർക്കിൾ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ വലിയ ഒരു സ്ഫിയർ, വലിയൊരു ഫുട്ബോൾ നമ്മൾ എർത്ത് പോലെ വിചാരിച്ചാൽ മതി. എർത്ത് ആക്ച്വലി ഒരു റൗണ്ട് ഷേപ്പ് അല്ലേ? ബട്ട് എർത്തിൻ്റെ സർഫേസിൽ നമ്മളൊരു കഷ്ണം വരച്ചാൽ നമുക്കൊരു പ്ലെയിന് പോലെയല്ലേ തോന്നുക? ആക്ച്വലി അത് പ്ലെയിൻ ആണോ? അതൊരു വലിയ സ്ഫിയറിൻ്റെ ഒരു കഷ്ണമല്ലേ? അങ്ങനെയുള്ള വേവ് ഫ്രണ്ടിനെ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. എന്താ വിളിക്കുക? പ്ലെയിൻ വേവ് ഫ്രണ്ട്. അപ്പോൾ വേവ് ഫ്രണ്ട് 3 ഉണ്ട്. സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്, സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്, പ്ലെയിൻ വേവ് ഫ്രണ്ട്. പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെയോ സ്ഫിയറിൻ്റെയോ വലിയ ഒരു ഭാഗത്തിൻ്റെ ചെറിയൊരു പാർട്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ വേവ് ഫ്രണ്ടിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഹൈഗൻസിൻ്റെ വേവ് തിയറിയിൽ ഈ വേവ് ഫ്രണ്ട് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ ആദ്യം വളരെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഹൈഗൻസിൻ്റെ വേവ് തിയറിയുടെ അടിസ്ഥാനത്തിൽ ലൈറ്റിൻ്റെ 5 പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് വേവ് ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ കണ്ടന്റ്. 5 പ്രോപ്പർട്ടീസിൽ റിഫ്ലക്ഷൻ ഉണ്ട്, റിഫ്രാക്ഷൻ ഉണ്ട്, ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ. ഇതിൽ ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ ഇത് രണ്ടുമായിരുന്നു വലിയ ലെങ്തി ആയിട്ടുള്ള ഭാഗം. ബട്ട് അത് രണ്ടും ഫോക്കസ് ഏരിയയിൽ നിന്ന് പോയി. പിന്നെയുള്ളത് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും പോളറൈസേഷനും. ഈ ഒരു കോൺസെപ്റ്റ് എന്താണ് എന്നാണ് ഞാൻ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില ഡെറിവേഷൻസ് ഉണ്ട്. എല്ലാം കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഡെറിവേഷൻസ് നിങ്ങൾ തന്നെ പഠിക്കണമെന്ന് ഞാൻ നിങ്ങൾ ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഡെറിവേഷൻസ് പഠിക്കാൻ വേണ്ട ചില ടിപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതോടൊപ്പം അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നും പറയാം. ഫസ്റ്റ് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് റിഫ്ലക്ഷൻ. എന്താ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയി തട്ടിക്കഴിഞ്ഞാൽ അതേപോലെ തിരിച്ചു വരും. ഒരു ആംഗിളിലാണ് പോയി തട്ടുന്നതെങ്കിൽ ഒരു ആംഗിളിൽ അത് ബൗൺസ് ചെയ്ത് പോകും. ഇങ്ങനെ ഒരു സർഫേസിൽ ലൈറ്റ് പോയി തട്ടിയിട്ട് ബൗൺസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ബോൾ എവിടെയെങ്കിലും ഒന്നിങ്ങനെ എറിഞ്ഞാൽ, ഒരു റബ്ബർ ബോൾ പോലെ വിചാരിച്ചോളൂ, ഒരു സ്ഥലത്ത് എറിഞ്ഞാൽ അവിടെ തട്ടിത്തെറിച്ചിങ്ങ് പോരില്ലേ? ഇതുപോലെ തന്നെയാണ് ലൈറ്റിൻ്റെ ബിഹേവിയറും. ലൈറ്റ് പല സ്ഥലങ്ങളിലും പോയി തട്ടിയിട്ട് ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളൊരു സർഫേസ് വരച്ചാൽ, ഇപ്പോൾ നമ്മളിങ്ങനെ റിഫ്ലക്റ്റിംഗ് സർഫേസ് വരയ്ക്കുകയാണ്. മിറർ പോലെയൊക്കെ വിചാരിക്കാം. മിററാണ് നല്ല റിഫ്ലക്റ്റിംഗ് സർഫേസ്. അതിലേക്ക് ഒരു ലൈറ്റ് ഇങ്ങനെ വന്ന് വീണു. ഇതിനെ നമ്മൾ ഇൻസിഡൻറ്റ് ലൈറ്റ് എന്നാണ് പറയുക. എന്താ പറയുക? ഇൻസിഡൻറ്റ് ലൈറ്റ്. ദെൻ എപ്പോഴും നമുക്ക് ആ ഒരു ആംഗിൾ, എത്ര ആംഗിളിലാണ് ഇൻസിഡൻറ്റ് ചെയ്തെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ് നോർമൽ ലൈൻ. നോർമൽ ലൈൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എവിടെയാണ് വീണത് നോക്കുക, ആ പോയിന്റിൽ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. കണ്ടോ? വരയ്ക്കുന്നത് ആ സർഫേസിന് പെർപെൻഡിക്കുലർ. എവിടെയാണ് വരയ്ക്കേണ്ടത്? ലൈറ്റ് വന്ന് വീണ കറക്റ്റ് പോയിന്റ് എവിടെയാണ് ലൈറ്റ് വീണതെങ്കിൽ അവിടെ വേണം വരയ്ക്കാൻ. ഓക്കെ, ഇവിടെ ദെൻ ലൈറ്റ് അവിടെ വന്ന് വീണു, ലൈറ്റ് ബൗൺസ് ചെയ്ത് തെറിച്ചു പോയി. ഇതാണ് ഇൻസിഡന്റ് ലൈറ്റ്, ഇതാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ്. ഇവിടെ നമുക്ക് 2 ആംഗിൾസ് കാണിക്കാം. ഒരു ആംഗിൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യും. ഞാൻ വേറൊരു കളറിലൊക്കെ കാണിക്കാം. ഒരു ആംഗിൾ നമുക്ക് ഇവിടെ കാണിക്കാം. ഇത് ഇവിടെ ഒരു ആംഗിൾ കണ്ടോ? ദെൻ നമുക്ക് മറ്റൊരു ആംഗിൾ ഇവിടെയും കാണിക്കാം. എവിടെയാണ് നമ്മളിപ്പോൾ ഈ ആംഗിൾസ് വരച്ചത്? ഈ ആംഗിൾ വരച്ചത് ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് ലൈറ്റ് ആൻഡ് നോർമലാണ്. അതൊക്കെ ചിലപ്പോൾ 1 വേർഡ് ആയിട്ടൊക്കെ എക്സാമിന് ചോദിക്കും. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ത്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ത്, റിഫ്ലക്ഷൻ്റെ പിക്ചർ വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കതൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റണം. അപ്പോൾ ഇവിടെ നമ്മൾ വരച്ച ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറയുന്നത്. ദാറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് ലൈറ്റ് ആൻഡ് നോർമൽ. നമ്മൾ അതിനെ സാധാരണ I എന്നാണ് എഴുതുക.
ദറ്റ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മളൊരു ആംഗിൾ കാണിച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ R എന്നാണ് കാണിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എവിടെയൊക്കെയാണ് ആംഗിൾ വരച്ചത്? ആ ആംഗിൾ വരച്ചത് റിഫ്ലക്റ്റഡ് ലൈറ്റും നോർമലും എടുത്തിട്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ആ ആംഗിൾ വരച്ചത്. ക്ലിയർ ആയോ? അപ്പോൾ അത് രണ്ടും ആദ്യം മനസ്സിലാക്കുക. ദെൻ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട 2 നിയമങ്ങളാണ് നമ്മളോട് ഇനി അടുത്ത എക്സാമിന് ചോദിക്കുക. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. എന്താണ്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അതിൽ ലോ നമ്പർ 1 എന്ന് പറയുന്നത് ദ ഇൻസിഡന്റ് ലൈറ്റ്, റിഫ്ലക്റ്റഡ് ലൈറ്റ് ആൻഡ് നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഇതെല്ലാം ഒരേ, ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ബോർഡിലല്ലേ, ഇൻസിഡന്റ് ലൈറ്റ് ഉള്ളത് ബോർഡിലാണ്, റിഫ്ലക്റ്റഡ് ലൈറ്റ് ഉള്ളത് ഈ ബോർഡിലാണ്, നോർമലും ഈ ബോർഡിലാണ്. അല്ലാതെ ലൈറ്റ് ഇങ്ങനെ വന്നു, നോർമൽ ഇവിടെ വരച്ചു, റിഫ്ലക്റ്റഡ് ലൈറ്റ് ഇങ്ങനെ പുറത്തേക്ക്, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഇൻസിഡന്റ് ലൈറ്റും റിഫ്ലക്റ്റഡ് ലൈറ്റും നോർമലും എല്ലാം എപ്പോഴും ഒരേ പ്ലെയിനിലായിരിക്കും. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ്റെ ലോ നമ്പർ 1. ഓക്കെ, രണ്ടാമത്തെ ലോയുടെ പേര്, രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് എപ്പോഴും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയിരിക്കും. ഈ ഇൻസിഡന്റ് ആംഗിൾ എത്രയാണോ അതേ ആംഗിളിലാണ് റിഫ്ലക്ഷനും നടക്കുക. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഈ 2 ലോയും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതിന് തൊട്ട് ശേഷം ചോദിക്കും ഇത് പ്രൂവ് ചെയ്യാം. I=R പ്രൂവ് ചെയ്യാൻ പറയും. ആ പ്രൂഫ് നിങ്ങൾ പഠിക്കണം. അതുമായി ബന്ധപ്പെട്ടൊരു ഡയഗ്രാം ഒക്കെ ഉണ്ട്. ആ ഡയഗ്രാം ആക്ച്വലി ഇങ്ങനെയാണ്. ആ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഡയഗ്രാമാണിത്. കണ്ടോ? ഇതൊന്ന് നോക്കിക്കോളൂ. ജസ്റ്റ് ഞാനിതൊന്ന് പറഞ്ഞു തരാം, നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദെൻ നിങ്ങളിതിൻ്റെ ഡെറിവേഷനൊക്കെ ഒന്ന് നോക്കുക. കണ്ടോ? ഈ കാണുന്നതാണ് ഇതാ ഇൻസിഡൻറ്റ് ലൈറ്റാണ് ഈ കാണുന്നത്. ഇത് ലൈറ്റ് അല്ല, ആക്ച്വലി നമ്മളൊരു വേവ് ഫ്രണ്ടാണ് വരയ്ക്കുന്നത്. കണ്ടോ? വേവ് ഫ്രണ്ട്. ഇങ്ങനൊരു ലൈറ്റ്, ഇങ്ങനൊരു ലൈറ്റ്. കണ്ടോ? ഇത് രണ്ടുമാണ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു സിംഗിൾ ലൈൻ ആയിരിക്കില്ല, ഒരു ബീം ഓഫ് ലൈറ്റ് അല്ലേ വരും അല്ലേ, ബീം. അപ്പം ഇങ്ങനെ കുറച്ച് വൈഡായിട്ട് ഇങ്ങനെ ലൈറ്റ് വന്ന് വീഴുന്ന പോലെ തോന്നണം. ഓക്കെ, അപ്പോൾ അതാണ് ആ ഇൻസിഡൻറ്റ് ലൈറ്റ്. ആ ഇൻസിഡൻറ്റ് ലൈറ്റിന് 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ഈ ലൈനിനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. വേവ് ഫ്രണ്ട് എന്നുള്ള ഐഡിയ ഞാൻ വീണ്ടും പറയുന്നു. ഓക്കെ, നേരത്തെ നമ്മൾ വരച്ച ചില പോയിന്റുകളൊക്കെ ഞാൻ ഒന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കണേ, ഇതായിരുന്നു പോയിന്റ് സോഴ്സ്. ഇതിൽ നിന്നും ലൈറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു, ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു. ഇവിടെ നമ്മൾ T സെക്കൻഡിന് ശേഷം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയല്ലേ നമ്മൾ വേവ് ഫ്രണ്ട് വരയ്ക്കുക. ആ വേവ് ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് പോകുന്നത് എപ്പോഴും വേവ് ഫ്രണ്ടിൽ നിന്നും 90 ഡിഗ്രിയിലായിരിക്കും ലൈറ്റ് പോകുക. ഉണ്ടോ? ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ വേവ് ഫ്രണ്ടിൽ നിന്ന് 90 ഡിഗ്രിയിൽ ലൈറ്റ് പോകാം. അപ്പം വേവ് ഫ്രണ്ടും, ഇതാണ് വേവ് ഫ്രണ്ട്, വേവ് ഫ്രണ്ടും വേവും 90 ഡിഗ്രിയിലായിരിക്കും. എന്താ പറഞ്ഞത്? വേവ് ഫ്രണ്ടും വേവും 90 ഡിഗ്രിയിലായിരിക്കും. അതാണ് നിങ്ങൾക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. നോക്കിക്കോളൂ, ഇതാണ് വേവ്, ഇതാണ് വേവ്. ആ വേവും വേവ് ഫ്രണ്ടും, കണ്ടോ? വേവ് ഫ്രണ്ടും 90 ഡിഗ്രിയിലായിരിക്കും. ആ 90 ഡിഗ്രി ഇവിടെയും കാണിച്ചിട്ടുണ്ട്. അത് വന്ന് ഇൻസിഡൻറ്റ് ചെയ്തു. ദെൻ ഈ വന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ? ദിസ് ഈസ് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ്. അതാ കണ്ടോ? ഇതിങ്ങനെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്തു, ഇത് റിഫ്ലക്റ്റ് ചെയ്തു. ഈ പിക്ചർ മനസ്സിലാക്കുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവിടെ വന്ന ലൈറ്റും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതിവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് കാണിച്ചിട്ടില്ല. ഓക്കെ, ആ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടാണ് ഈ കാണുന്നത്. കണ്ടോ നിങ്ങളെ? ഇതാ റിഫ്ലക്റ്റഡ് ലൈറ്റ് അല്ലേ ഇത്, ഇത് ഉണ്ട്. ഇതിന് 90 ഡിഗ്രിയിൽ വരച്ച വേവ് ഫ്രണ്ട്, അതാണ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. ഡെറിവേഷൻ വേണ്ടവർ ആ ഒരു ഡയഗ്രാം കൂടെ നോക്കിയതിന് ശേഷം ആ ഡെറിവേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ പറയുന്നത്. രണ്ടാമത്തെ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് റിഫ്രാക്ഷൻ. നെക്സ്റ്റ് ഈസ് റിഫ്രാക്ഷൻ. കേട്ടിട്ടുണ്ടോ? എന്താ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഞാൻ വേഗം പറയാം, ഇതെല്ലാം എക്സാമിന് ക്വസ്റ്റ്യൻ വരാനുള്ള ഭാഗങ്ങളുണ്ട്. റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ പാത്ത് ബെൻഡായി പോകും. അതിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. അപ്പോൾ അവിടെ പറഞ്ഞ 1-2 പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് റിഫ്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സർഫേസ് ഞാൻ ആദ്യം വരയ്ക്കുകയാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നു മീഡിയം 1, ഇതിനെ വിളിക്കുന്നു മീഡിയം 2. ലൈക്ക്
എയർ ആൻഡ് ഗ്ലാസ്, എയർ ആൻഡ് വാട്ടർ, വാട്ടർ ആൻഡ് ഗ്ലാസ്, ഇങ്ങനെയുള്ള മീഡിയങ്ങളാണ് പലപ്പോഴും നമ്മൾ എക്സാമ്പിൾ ആക്കി എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നു ലൈറ്റ് എയറിൽ നിന്ന് വെള്ളത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ വന്നു. ഇത് എയറാണ്, ഇത് എയറാണ്, ഇത് വാട്ടറാണ്. ലൈറ്റ് ഇങ്ങനെ വന്ന് ഇവിടെ വീണു. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, ഇത് വാട്ടറൊന്നും അല്ലെങ്കിൽ ലൈറ്റ് എപ്പോഴും നേരെയാണ് ട്രാവൽ ചെയ്യാം, അല്ല ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകണം. ഓക്കെ, ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന എപ്പോഴും നേർരേഖയിൽ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ എന്ന് നമുക്കറിയാം. ഇതാണ് എക്സ്പെക്റ്റഡ് പാത്ത് ലൈറ്റിൻ്റെ. പക്ഷേ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ വീണ്ടും ഞാനൊരു നോർമൽ വരയ്ക്കാം. നോർമൽ ഓർമ്മയില്ലേ, ഈ സർഫേസിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ലൈനാണ് നോർമൽ. അത് വരയ്ക്കുന്നത് കറക്റ്റ് ലൈറ്റ് വീഴുന്ന പോയിന്റ് തന്നെ വരയ്ക്കണേ. നോർമൽ ഇവിടെ വരച്ചിട്ടുണ്ട്, നോർമൽ. ദെൻ നമുക്ക് കാണാൻ കഴിയുക ഈ ലൈറ്റ് നേരെ പോകുന്നതിന് പകരം ഇങ്ങനെ ബെൻഡ് ചെയ്യും. കണ്ടോ, അപ്പം ഇങ്ങനെ വന്ന ലൈറ്റ് വളഞ്ഞിങ്ങനെ അങ്ങ് പോകും. ഇങ്ങനെ ലൈറ്റ് വളയുന്നതിന് എന്തുകൊണ്ടാണ് വളയുന്നത്, എന്തുകൊണ്ടാണ് അത് ഡീവിയേറ്റ് ചെയ്യുന്നത്, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. ഇതിൽ മീഡിയത്തെ നമ്മൾ ഡെൻസിറ്റിക്ക് അനുസരിച്ച്, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഡെൻസിറ്റി അല്ല, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്ക് അനുസരിച്ച് മീഡിയത്തെ നമ്മൾ ഡെൻസർ എന്നും റയറർ എന്നും ക്ലാസിഫൈ ചെയ്യും. ഡെൻസിറ്റി കൂടിയത് ഡെൻസർ, ഡെൻസിറ്റി കുറഞ്ഞത് റയറർ. നമുക്ക് വേണ്ട എക്സാമ്പിൾസിലുള്ള മീഡിയം മാത്രം നമുക്ക് പരിചയപ്പെടാം. ഇപ്പം എയർ, വാട്ടർ, നിങ്ങൾ പറ ഏതാ ഡെൻസിറ്റി കൂടിയത്? ഇതല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഡെൻസർ എന്ന് പറയും. ഡെൻസർ കമ്പാരിറ്റീവ്ലി ആണ്. അപ്പോൾ എയർ എന്ന് പറയുന്നത് റയററാണ്. റയറർ ഡെൻസിറ്റി കൂടിയത് ഡെൻസർ, ഡെൻസിറ്റി കുറഞ്ഞത് റയറർ. ഇനി വാട്ടറും ഗ്ലാസും കൊടുത്താലോ? വാട്ടർ, ഗ്ലാസ്, വേഗം പറ ഏതിനാ ഡെൻസിറ്റി കൂടുതൽ? ഗ്ലാസിനല്ലേ. അപ്പോൾ വാട്ടറും ഗ്ലാസും കൊടുക്കുമ്പോൾ ഗ്ലാസ് ആണ് ഡെൻസർ, അല്ലെങ്കിൽ വാട്ടർ റയറർ ആണ്. അപ്പോൾ കമ്പയർ ചെയ്ത് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. വാട്ടറിൻ്റെ പേര് മാത്രം പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുകയാണ് വാട്ടർ ഡെൻസർ ആണോ റയറർ ആണോ, അപ്പോൾ നമുക്കതിന് മറുപടി പറയാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? വാട്ടർ എന്ന് മാത്രം പറയുമ്പോൾ അത് എന്താ, വാട്ടർ എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ ഡെൻസർ ആണ്, അതേസമയം ഗ്ലാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റയറാണ്. ഇങ്ങനെ മറുപടി പറയേണ്ടി വരും. ഓക്കെ, അങ്ങനെ ലൈറ്റ് പോകുന്നത് എയർ ടു വാട്ടർ. ഇവിടെ ഇപ്പോൾ പോയത് എവിടുന്ന് എവിടത്തേക്കാം? ഇവിടുന്ന് പോയത് റയറിൽ നിന്ന് ഡെൻസറിലേക്കല്ലേ. അങ്ങനെ പോകുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത് നോർമലിൻ്റെ സൈഡിലേക്കായിരിക്കും, ടുവാർഡ്സ് നോർമൽ. ഇനി അങ്ങനെ അല്ലെങ്കിലോ? നോക്കണേ, അടുത്തത് ഞാൻ മറ്റൊരു കേസ് കാണിക്കാൻ പോവാണ്. വീണ്ടും ഒരു റിഫ്രാക്റ്റിംഗ് സർഫേസ്. ഇത് ഡെൻസർ മീഡിയമായിരുന്നു, ഇത് റയറർ മീഡിയമായിരുന്നു. ലൈക്ക് ഇത് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോ, ഗ്ലാസ്. ഇത് എയറാന്ന് വിചാരിച്ചോ, കറക്റ്റ് അല്ലേ? എന്നിട്ടൊരു ലൈറ്റ് വന്ന് വീണു. നോക്കിക്കോളേ, ഒരു ലൈറ്റ് വന്ന് വീണു. നോർമൽ വരച്ചു. അവിടെ നമുക്ക് നോർമൽ വരയ്ക്കാം. നോർമൽ വരച്ചു. ലൈറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലൈറ്റ് ഇങ്ങനെ 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 പോകുമെന്നായിരുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് പോവേണ്ടതാണ്. ബട്ട് ലൈറ്റ് ഇങ്ങോട്ട് ബെൻഡായി പോകും. ഉണ്ടോ? ബെൻഡ് ഉണ്ട്, ബട്ട് നേരത്തെ പോലെയല്ല. നേരത്തെ ബെൻഡിങ്ങും ഈ ബെൻഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താ? നേരത്തെ ബെൻഡ് ചെയ്തത് നോർമലിൻ്റെ അടുത്തേക്കാണ്, ഇപ്പോൾ ബെൻഡ് ചെയ്തത് നോർമലിൽ നിന്നും അകലത്തേക്കാണ്, ദൂരേക്കാണ്, എവേ ഫ്രം നോർമൽ. അപ്പോൾ എപ്പോഴാണ് എവേ ഫ്രം നോർമൽ പോവുക? എവേ ഫ്രം നോർമൽ പോവുക ഡെൻസറിൽ നിന്ന് റയറിലേക്ക് പോകുമ്പോൾ. അതേസമയം ഇവിടെയോ ടുവാർഡ്സ് നോർമൽ എപ്പോഴാണ് വരിക? ടുവാർഡ്സ് നോർമൽ വരിക റയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ. ക്ലിയർ അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ് ലോ ഓഫ് റിഫ്രാക്ഷൻ ആണ് പറയുന്നത്. നെക്സ്റ്റ് ലോ ഓഫ് ഓർ ലോസ് ഓഫ് റിഫ്രാക്ഷൻ. വേഗം പറയാം കേട്ടോ. ലോസ് ഓഫ് റിഫ്രാക്ഷനിൽ ലോ നമ്പർ 1 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസിഡന്റ് റേ. ഏതാ ഇൻസിഡന്റ് റേ? ഇൻസിഡന്റ് റേ ഈ കാണുന്നത്, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ലോ, അത് നല്ലോണം ശ്രദ്ധിക്കുക. ലോ നമ്പർ 2 പറയുന്നത് ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. ഒന്നുകൂടെ പറയാം. അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും വേണം അല്ലേ? അത് നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. നോക്കിക്കോളെ, ഇവിടെ നിങ്ങൾക്കൊരു ആംഗിൾ കാണാൻ പറ്റുന്നില്ലേ? ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് അല്ലേ? ഇൻസിഡന്റ് റേയും നോർമലും. ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ്
റിഫ്രാക്ഷൻ. റിഫ്ലക്ഷൻ അല്ലേ, റിഫ്ലക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു പോയി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ടോ? എന്തൊക്കെ തമ്മിലുള്ള ആംഗിള്? റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ലോ നമ്പർ 2 പറയുന്നത് എപ്പോഴും സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് n2 ബൈ n1 തുല്യമായിരിക്കും. n2 എന്ന് പറയുന്നത് രണ്ടാമത്തെ മീഡിയത്തിൻ്റെ ഇതിപ്പോൾ ഇവിടെയാണ്, ഇതാണ് സെക്കൻഡ് മീഡിയം. സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അത് വീണ്ടും ഒരു കോൺസ്റ്റന്റ് ആണ്. n1 എന്ന് പറയുന്നത് ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഒരു മീഡിയത്തിൻ്റെ കോൺസ്റ്റന്റ് ആണെന്ന് മാത്രം മനസ്സിലാക്കുക. സോ n1 ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, n2 ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആ n2 ബൈ n1 എന്ന് പറയുന്ന റേഷ്യോ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അത് സൈൻ ഐ ബൈ സൈൻ ആറിന് തുല്യമായിരിക്കും. ഈ ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്നെൽസ് ലോ. ചിലപ്പോൾ എക്സാമിന് അങ്ങനെ ആയിരിക്കും ചോദിക്കുക, എക്സ്പ്ലെയിൻ സ്നെൽസ് ലോ. സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ലോസ് ഓഫ് റിഫ്രാക്ഷനിലെ രണ്ടാമത്തെ ലോ. ഇതോടെ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും എന്താണ് നമ്മൾ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട പിക്ചറും പറഞ്ഞു. ഇവിടെയും ചോദിക്കും സൈൻ ഐ ബൈ സൈൻ ആർ പ്രൂവ് ചെയ്യാൻ. അതൊരു ഡെറിവേഷൻ ആണ്. ഡെറിവേഷൻ നിങ്ങൾ എഴുതി പഠിക്കുക. ഓക്കെ. ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പിന്നെ പഠിക്കാനുള്ളൊരു പോയിന്റ് ആണ് പോളറൈസേഷൻ. ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. അത് ഞാൻ എളുപ്പത്തിൽ അങ്ങ് പറയാം. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റാക്കി മാറ്റുക. ഇതിനെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. ഇപ്പോൾ 2 പോയിന്റുകൾ വീണ്ടും കേൾക്കണം. അൺപോളറൈസ്ഡ് ലൈറ്റ് എന്താണത്? അൺപോളറൈസ്ഡ് ലൈറ്റ് സാധാരണ ലൈറ്റ്. നമ്മൾ നേരത്തെ വേവ് ഫ്രണ്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു ലൈറ്റ് നമ്മൾ എവിടെയെങ്കിലും ഓൺ ചെയ്താൽ ആ ലൈറ്റിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് ട്രാവൽ ചെയ്യില്ലേ? ആ സോഴ്സിൽ നിന്ന് ഈ ലൈറ്റ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും, ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും, ഇങ്ങോട്ട് സൈഡിലേക്ക്, പുറത്തേക്ക്, ഇങ്ങോട്ടേക്ക് തീർന്നില്ല, പുറത്തേക്ക്, ഉള്ളിലേക്ക്, സൈഡിലേക്ക്, എല്ലാ ഭാഗത്തേക്കും. ശരിയല്ലേ? ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ട്രാവൽ ചെയ്യുന്ന ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. എല്ലാ പ്ലെയിനിലും ലൈറ്റ് ട്രാവൽ ചെയ്യും എന്നർത്ഥം. നമ്മൾ സാധാരണ ഒരു ലൈറ്റ് ഇപ്പോൾ നമ്മളെ റൂമിൽ വെച്ചങ്ങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റൂമിൻ്റെ എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് സ്പ്രെഡ് ആവില്ലേ? അതോ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് മാത്രമാണോ ലൈറ്റ് പോവുക? അല്ല, എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് പോകും. അങ്ങനെ പോകുന്ന ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. അത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. അപ്പം നിങ്ങൾ പറയാം എന്തായിരിക്കും പോളറൈസ്ഡ് ലൈറ്റ്? പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ മാത്രം വൈബ്രേറ്റ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ലൈറ്റ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ മാത്രം പോവുകയാണെങ്കിൽ ഉണ്ടോ, ഇങ്ങനെ മാത്രം ലൈറ്റിന് ഇങ്ങനെ മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ. അതല്ലെങ്കിൽ ലൈറ്റിന് ഇങ്ങനെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ, അതുമല്ലെങ്കിൽ ഇങ്ങനെ, അതുമല്ലെങ്കിൽ ഇങ്ങനെ, അതുമല്ലെങ്കിൽ ഇങ്ങനെ. ഒരു കുത്തു മാത്രം. എന്താ ഈ കുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയോ? ആ കുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു കുത്താണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളിലേക്കും പുറത്തേക്കും മാത്രം ഇങ്ങനെ പോവാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു വൈബ്രേഷൻ മാത്രമുള്ള ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് പോളറൈസ്ഡ് ലൈറ്റ്. എല്ലാ ഭാഗത്തേക്കും വൈബ്രേഷൻ ഉണ്ടെങ്കിൽ അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇത്തരത്തിലുള്ള ലൈറ്റിനെ ഇത്തരം ലൈറ്റ് ആക്കുന്ന പ്രോസസ്സിനെ വിളിച്ച പേരാണ് പോളറൈസേഷൻ. അപ്പോൾ വാട്ട് ഈസ് പോളറൈസേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റില്ലേ? ഓക്കെ. ഇങ്ങനെ ലൈറ്റ് ഉണ്ടാക്കാനുള്ള ഒരു സിമ്പിൾ വേ എന്ന് പറയുന്നത് ചില പ്രത്യേകതരം ക്രിസ്റ്റൽസിലൂടെ ലൈറ്റിനെ കടത്തിവിടുക എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ക്രിസ്റ്റലിനെ ഞാനൊന്ന് വരയ്ക്കാം. ഇത്തരം ഒരു ക്രിസ്റ്റൽ, ഇത് നമ്മൾ ടൂർമലൈൻ ക്രിസ്റ്റൽ എന്നാണ് പറയുക. ടൂർമലൈൻ ക്രിസ്റ്റൽ. ഓക്കെ. ആ ക്രിസ്റ്റലിന് ഇങ്ങനെ പ്രത്യേക കുറേ ആക്സിസുകളുണ്ട്. ഇങ്ങനെ കുറേ ആക്സിസുകളുണ്ടാവും. ഇതിലേക്ക് നമ്മളൊരു അൺപോളറൈസ്ഡ് ലൈറ്റ്, അതായത് നമ്മൾ നേരത്തെ വരച്ചതുപോലെ എല്ലാ ഭാഗത്തേക്കും വൈബ്രേഷൻ ഉള്ള ലൈറ്റിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടാൽ ഈ ക്രിസ്റ്റൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ആക്സിസിന് പാരലായിട്ട് നിങ്ങളൊരു ലൈറ്റ് കാണുന്നില്ല ഇയാൾ ഉണ്ടോ? അത് കറക്റ്റ് ഈ ആക്സിസിന് പാരലല്ലേ? ഇതിലേക്ക് ഈ ലൈറ്റ് വന്നാൽ ആ ഒരു കഷ്ണം മാത്രം ഇയാൾ കടത്തിവിടും. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെത്തുമ്പോഴത്തേക്ക് ഇത് മാത്രം ഉണ്ടാവും. ഇയാൾ ആരാ? ഇതാ ഞാൻ ഈ കാണിച്ച ആള്. ബാക്കി എല്ലാത്തിനെയും ഇയാൾ പിടിച്ചു വെക്കും. എന്നിട്ട് ഇങ്ങനെയുള്ള ആളെ മാത്രം കടത്തിവിടും. അപ്പോൾ കടത്തിവിട്ട് കഴിഞ്ഞാൽ ഇത് പോളറൈസ്ഡ് ആയില്ലേ?
ഇത് അൺപോളറൈസ്ഡ് അല്ലേ, ഇത് പോളറൈസ്ഡ് അല്ലേ, ഇങ്ങനെ നമുക്ക് ക്രിസ്റ്റൽസിലൂടെ കടത്തി വിട്ടിട്ട് പോളറൈസേഷൻ ഉണ്ടാക്കാം. ഈ പോളറൈസേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പോയിന്റാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പേരാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. ബ്രൂസ്റ്റേഴ്സ് ലോ. റിഫ്ലക്ഷൻ കൊണ്ട് പോളറൈസേഷൻ ഉണ്ടാക്കാം. അവിടെ പറയുന്നത് ഒരു ഗ്ലാസ് സ്ലാബ് എടുക്കും. ഒരു ഗ്ലാസ് സ്ലാബ്, ഓക്കെ, വലിയ സ്ലാബാന്ന് വിചാരിച്ചോളൂ കേട്ടോ. ഇങ്ങനെ താഴെ വരെ ഉണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഈ ഭാഗം നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. ഇങ്ങനെ ഒരുപാട് താഴേക്കുള്ളൊരു സ്ലാബാണ്. ഇങ്ങനെ പൊക്കി കാണിക്കാം. റെഡി. എന്നിട്ട് അതിലേക്കൊരു ലൈറ്റ് വന്ന് വീണു. ഗ്ലാസ് സ്ലാബിലേക്ക് ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇവിടെ നമുക്ക് നോർമൽ വരയ്ക്കാം. ലൈറ്റ് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയും റിഫ്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് റിഫ്ലക്ഷൻ, ഇതാണ് റിഫ്രാക്ഷൻ. ഓക്കെ, ഇതിനല്ലേ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയില്ലേ? ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് കാണാൻ കഴിയുന്നൊരു പ്രത്യേകത, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേക വാല്യൂ എത്തുമ്പോൾ, ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകതയാണ്, ഈ സ്ലാബിലൂടെ നടക്കുന്നൊരു പ്രത്യേകതയാണ്, ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആകും. എന്താകും? കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്. എപ്പോൾ മാത്രം? ഈ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തൊരു പ്രത്യേക ആംഗിൾ എത്തുമ്പോൾ. ആ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പി അല്ലെങ്കിൽ പോളറൈസിങ് ആംഗിൾ. എന്താ വിളിക്കുക? പോളറൈസിങ് ആംഗിൾ. പോളറൈസിങ് ആംഗിൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പോളറൈസിങ് ആംഗിൾ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ഈ റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും 90 ഡിഗ്രി മേക്ക് ചെയ്യും. ഓക്കെ, ഇപ്പം എന്തൊക്കെയാ പറഞ്ഞത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആദ്യം ഏതെങ്കിലും ആംഗിളിലൊക്കെ ആണെങ്കിൽ ഈ വരുന്ന ലൈറ്റ് പോളറൈസ്ഡ് ഒന്നും ആയിരിക്കില്ല, അൺപോളറൈസ്ഡ് ആയിരിക്കും. ഇത് നമ്മുടെ സാധാ ലൈറ്റ് ആയിരിക്കും. ബട്ട് ആ സാധാ ലൈറ്റ് ഓർമ്മയില്ല, സാധാ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ലൈറ്റാണ് സാധാ ലൈറ്റ്. പക്ഷേ നമ്മൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ഏതോ ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ ഈ ലൈറ്റ് ഈ സ്വഭാവം മാറി ഇങ്ങനെ മാത്രമാകുന്നതിനെയല്ലേ നമ്മൾ പോളറൈസ്ഡ് എന്ന് പറയാം, കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്. ഏതോ ഒരു ആംഗിൾ നമ്മളിങ്ങനെ ട്രയൽ ആൻഡ് എറർ വെച്ച് കണ്ടുപിടിച്ച് നോക്കണം. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് പോളറൈസിങ് ആംഗിൾ. പോളറൈസിങ് ആംഗിൾ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും 90 ഡിഗ്രിയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിളിൻ്റെ ടാൻ ഐ അല്ലെങ്കിൽ ടാൻ പി, രണ്ടും ഒന്ന് തന്നെ അല്ലേ? ടാൻ പി എന്ന് പറയുന്നത് n എന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഈക്വൽ ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. ഇത് അവിടെ എഴുതിയിട്ടുണ്ട്, ബ്രൂസ്റ്റേഴ്സ് ലോ. ബ്രൂസ്റ്റേഴ്സ് ലോ പറയുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? ഒരു സ്ലാബിലേക്ക് ലൈറ്റ് വന്ന് വീഴുന്നു, കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു, കുറച്ച് റിഫ്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ, റിഫ്ലക്റ്റഡ് റേ ആദ്യം പോളറൈസ്ഡ് അല്ല, ബട്ട് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതോ ഒരു പ്രത്യേക ആംഗിളിൽ മാത്രം റിഫ്ലക്റ്റഡ് റേ പോളറൈസ്ഡ് ആയിട്ട് മാറും. അങ്ങനെ മാറുന്ന ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് പോളറൈസിങ് ആംഗിൾ. അപ്പോൾ റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും കറക്റ്റ് 90 ഡിഗ്രിയിലായിരിക്കും. അപ്പോൾ ടാൻ പി എന്ന് പറയുന്നത് എന്നിന് ഈക്വൽ ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. ഓക്കെ, എല്ലാത്തിനും പ്രൂഫുണ്ട്. പ്രൂഫ് ഞാൻ പറയുന്നില്ല, അതുകൂടെ പറയാൻ പോയാൽ നമുക്ക് ഇത് എവിടെ എത്തില്ല, ഒരുപാട് പറയാനുണ്ടാകും. ഞാൻ ബേസിക്കലി ഉള്ള ലോകളും അതിൻ്റെ ഒരു കോൺസെപ്റ്റാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വേവ് ഓപ്റ്റിക്സിൽ ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഹൈഗൻസ് പ്രിൻസിപ്പിൾ, വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്ത്, റിഫ്ലക്ഷൻ എന്ത്, റിഫ്രാക്ഷൻ എന്ത്, പോളറൈസേഷൻ എന്ത്. പഠിച്ചോ? നല്ല രീതിയിൽ പഠിച്ചു പോവുക. ബാക്കി നോട്ട്സ് വായിക്കുക, ഡെറിവേഷൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ.